മലയാളിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കനലോർമ്മയാണ് സഖാവ് വി എസ് എന്ന് കേരളം മുഴുവൻ അറിഞ്ഞിരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ അവിഭക്ത രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലഘട്ടം മുതൽ നിലനിൽക്കുന്ന വളരെ അവസാനമായിട്ടുള്ള കണ്ണികളിൽ ഒരാളായി വി എസ് ഇപ്പോഴും ആ വിപ്ലവ ബോധത്തോടെ വേണമെങ്കിൽ അവസാനത്തെ 2 വർഷക്കാലം ഒഴിച്ചാൽ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ആ വിപ്ലവത്തിൻ്റെ കനൽ കേരളം അഭിമാനത്തോടെ കാണുകയുണ്ടായി. കർഷക തൊഴിലാളി നേതാവായി, പാർട്ടി നേതാവായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിൻ്റെ പോളിറ്റ് ബ്യൂറോ വരെയുള്ള രാഷ്ട്രീയ തലങ്ങളിൽ വ്യവഹരിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ തന്നെ സംഭാവന അടയാളപ്പെടുത്തിയ ബി എസ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് താണ്ടിയ വഴികൾ ചെറുതായിരുന്നില്ല. കേരളം കേവലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇടതുപക്ഷത്തിൻ്റെ സമര നേതാവ് എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ആദിവാസികളും സ്ത്രീകളും സമൂഹത്തിൻ്റെ ഓരത്തിലേക്ക് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരാകെ രാഷ്ട്രീയത്തിൻ്റെ നിറഭേദങ്ങളില്ലാതെ സഖാവ് വി എസിനെ സ്വീകരിക്കുകയും ആ സമരമുഖങ്ങളുടെ കരുത്തുറ്റ നേതൃത്വമായി വി എസ് മാറുകയും ചെയ്തപ്പോൾ അനീതിക്കെതിരായി കേരളത്തിൽ ഉയരുന്ന എല്ലാ ശബ്ദങ്ങളുടെയും പ്രതിധ്വനിയായി സഖാവ് വി എസ് മാറി എന്നുള്ളതാണ് കാലം രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. വിപ്ലവകാരിയായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഭരണം എത്രമാത്രം പ്രാപ്യമാകും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിരുന്നു സഖാവ് വി എസ്. സഖാവ് വി എസിൻ്റെ കാലത്താണ് നമ്മുടെ കേരളത്തിൻ്റെ ആധുനിക വൽക്കരണം നടത്തിയതിൽ പല നടപടിക്രമങ്ങളുണ്ടായത്. എറണാകുളത്തെ മെട്രോയും കണ്ണൂരിലെ വിമാനത്താവളവും ഉൾപ്പെടെ കേരളത്തിൻ്റെ വികസന വഴികളിലൂടെയും വി എസ് നല്ലതുപോലെ നടന്നു. സാവ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഈ തിരുവനന്തപുരത്ത് നടത്തപ്പെട്ട എത്രയോ സമരങ്ങളുടെ സമരമുഖങ്ങളിൽ ഞങ്ങളുടെ എല്ലാം ആശ്വാസവും പിന്തുണയുമായി വി എസ് എത്തുമായിരുന്നു. ജയിലിൽ കിടക്കുമ്പോൾ അടിയേറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വീഴുമ്പോൾ ആദ്യം കേൾക്കുന്ന ശബ്ദങ്ങളിലും സാന്നിധ്യങ്ങളിലും ഒന്നായി സഖാവ് വി എസ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാം വലിയ ഇൻസ്പിറേഷനായിരുന്നു വി എസ്. പുതിയ തലമുറയ്ക്ക് പഠിക്കാൻ പറ്റുന്നൊരു രാഷ്ട്രീയ പാഠപുസ്തകം ജീവിതം കൊണ്ട് എഴുതി വെച്ചാണ് സഖാവ് വി എസ് വിടവാങ്ങുന്നത്. സഖാവിൻ്റെ സമുജ്വലമായ ഓർമ്മകൾ മരണത്തിന് ശേഷവും അതിനേക്കാൾ കരുത്തോടെ കേരളത്തിൽ നിലനിൽക്കും എന്ന യാഥാർത്ഥ്യം അനുഭവങ്ങളിലൂടെ കേരളം ബോധ്യപ്പെടുകയാണ്. ആ സൂര്യതേജസ്സിൻ്റെ മുമ്പിൽ ശിരസ്സു കുനിച്ചുകൊണ്ട് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ജനങ്ങളുടെ നേതാവായിരുന്നു വി എസ്. ഇപ്പോൾ ഇവിടെ കാണുന്ന മുദ്രാവാക്യങ്ങളടക്കം അതാണ് കണ്ണേ കരളെ വി എസ് എന്ന മുദ്രാവാക്യം ആയിരക്കണക്കിന് കണ്ടങ്ങളിൽ നിന്ന് ഉയരുകയാണ്. രാത്രിയേറെ വൈകിട്ടും ആ ജനക്കൂട്ടം ഇങ്ങനെ ഒഴുകി കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് എത്തുകയാണ്. തങ്ങളുടെ സമരങ്ങൾക്കൊപ്പം നിന്ന് വി എസിനെ കാണാൻ, തങ്ങളുടെ വിജയിക്കപ്പെട്ട എത്രയോ സമരങ്ങളുടെ നായകനായ വി എസിനെ കാണാൻ, പരാജയപ്പെട്ടു പോയ സമരങ്ങളിൽ പോലും ആശ്വാസത്തിൻ്റെ കരുത്തായി വീണ്ടും വിജയത്തിലേക്ക് നടത്താൻ തങ്ങളെ പ്രേരിപ്പിച്ച വി എസിനെ കാണാൻ. നാളെ ഇപ്പോൾ ദർബാർ ഹാളിലെ രാവിലത്തെ പൊതുദർശനം ഒരുപക്ഷെ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒന്നായിരിക്കുമെന്ന് ഇന്നത്തെ അനുഭവം നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ആരംഭിക്കുന്ന വിലാപയാത്ര രാത്രി ഏറെ വൈകിയായിരിക്കും ആലപ്പുഴയിൽ എത്തുക എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ വഴികളിലൂടെയൊക്കെ നടക്കുന്ന, ഞാൻ നേരത്തെ അതുകൊണ്ടാണ് പറഞ്ഞത്, പുതിയ തലമുറയുടെ ഒരു രാഷ്ട്രീയ പാഠപുസ്തകമായി മാറിയിട്ടുള്ള വി എസിൻ്റെ കരുത്തിട്ടുള്ള ഓർമ്മകൾ മരണത്തിന് ശേഷവും ഏറ്റവും കരുത്തോടെ തന്നെ നിലനിൽക്കും. ഈ ജനക്കൂട്ടം അതിൻ്റെ തെളിവാണ്. ഇത് ജനക്കൂട്ടത്തിൻ്റെ ഒരു സൂചന മാത്രമാണ്. മരിച്ചിട്ട് മണിക്കൂറുകൾക്കകം ഒത്തുകൂടിയ ജനക്കൂട്ടം ഇനി വരികയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ വാഹനങ്ങളെല്ലാം പിടിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാൻ. എന്തായാലും ഇത് അസാമാന്യമായി ഒരിക്കലും അസ്തമിക്കാത്തൊരു വിപ്ലവ സൂര്യൻ്റെ കേരളത്തിനോടുള്ള ഔപചാരികമായിട്ടുള്ള വിടവാങ്ങൽ മാത്രമാണ്. പക്ഷേ ചരിത്രത്തിൽ വി എസ് ഇനിയും ബാക്കി നിൽക്കും. കേരളത്തിൽ വരാൻ പോകുന്ന വലിയ സമരങ്ങളെ സ്മരണകൾ കൊണ്ടും ഓർമ്മകൾ കൊണ്ടും വി എസ് തന്നെ നയിക്കും.